ഓടിക്കുന്ന വണ്ടി ഗിയറാണ്. നോക്ക് മോനെ, ഈ പ്രായത്തില് എന്ത് പറത്ത് നോക്ക്. ഗുഡ് മോർണിംഗ് ഫ്രം SPA തുർക്കി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രാത്രിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു വിഷയം കേട്ടോ. ഇതാണ് ഇവരെ SPA എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ താമസിക്കുന്ന ഉമ്മറിൻ്റെ ഉമ്മാൻ്റെ വീടാണ് ഇത്. ഒരു മുംബൈ പോയ ഫീലല്ലേ. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയി വെക്കാം. ഇതിൽ നമ്മൾ കപ്പടോക്കയിൽ ഇന്നലെ ഇറങ്ങിയതാട്ടോ. ബലൂണും കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നു. ഇതൊക്കെയുടെ ഇന്നലെ എനിക്ക് മാമ മൈലാഞ്ചിട്ടെന്ന്. ഇവർ മൈലാഞ്ചിട്ടിട്ട് മറ്റേ ഒരു കവറിൻ്റെ ഉള്ളിൽ നമ്മളെ കൈയാക്കും. കാരണം എല്ലായിടത്തും ആകുന്നിരുന്നുണ്ടോ. ശരിക്കും പണ്ട് സ്കൂൾ ഒപ്പന കളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മൈലാഞ്ചി ഇട്ടെ. മാമ ഗുഡ് മോർണിംഗ്. മാമുണ്ട് സബാൽ ഹായ്. ഞാൻ മാമനെ കെട്ടി പിടിക്കും. Mama, look this. Okay. Kite വരുന്നു. No, Arabic henna. Turkish henna, henna. Mama, Turkish henna or henna? Turkish henna or henna? Turkish ama Arabistan'dan aldım geldim hacdan. എന്തോ പറഞ്ഞു മൈലാഞ്ചി തന്നെ പറഞ്ഞെന്തോ. Burada Links'den. Yıkayayım mı? Alakar. Burada yıkanacağım varsa makineye atayım. Okay. Sierra kar. Atalım mı? Okay. മുപ്പത്തി ചോദിക്കുന്ന അലക്കാനുണ്ടെങ്കിൽ അലക്കാന്ന് പറഞ്ഞു. അലക്കാൻ കുറെ ഉണ്ട്. ഓക്കെ യക്കും Tamam. Yıkanacak yok. Yok. Yıkanacak yok. Okay. Tamam. പുറത്ത് അലക്കുന്നിടത്ത് ആറിയിടാന്ന് പറയുന്നുണ്ട്. അലക്കാനുണ്ടെങ്കിൽ മുപ്പത്തി പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലേ. ഞാൻ കുറച്ച് സാധനമല്ല ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെ വൈഫൈ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എണീച്ച. ഇന്നലെ നമ്മൾ ഭയങ്കര ലേറ്റായിട്ടല്ലേ വന്നത്. ഒന്നാമത് ഏതേന്ന് റോഡ് മനുഷ്യന്മാർക്ക് ഓടിക്കാൻ പറ്റാത്ത റോഡിലൂടെ ഓടിച്ചു വന്നത്. ഓക്കെ മാമ തമാം. ഓക്കെ ഇതാണ് ഇവരെ റൂം കേട്ടോ. അടിപൊളിയല്ലേ. ഓക്കെ. അതായത് പിന്നെ അലക്കിയിട്ട് ആറിയിടാൻ സ്ഥലമുണ്ടെന്നാ പറയുന്നത്. ഇതാണ് ഇവരെ വീട്. ഇത് ഒരു പിന്നെ ബിൽഡിങ്, ചെറിയ ഫ്ലാറ്റാണ്. നോക്കിയിട്ട് നമ്മൾ നാട്ടിലെല്ലാം കാണുന്ന പോലെ നോർമൽ സ്ഥലം. സിപ്പേ എന്ന് പറഞ്ഞ സ്ഥലമായിട്ട്. SPA ഈ സ്ഥലത്തിന് SPA എന്നാട്ടോ പറയാ. ഡെനിസ് കടലാണ്. തുർക്കി ഭാഷയിൽ ഡെനിസ് എന്ന് പറഞ്ഞ കടലാന്ന് തോന്നും. അതാ കടലിന്റെ സൈഡിലാണ് നമ്മളുള്ളത്. ട്രാപ്സോൺ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഈ സ്ഥലം കാണാൻ പറ്റൂ. ഈ ഭാഗത്ത് ഇസ്തംബൂൾ കഴിഞ്ഞിട്ട് പിന്നെ കടല് കണ്ടു തേടിയാ. ബാക്കി പിന്നെ അങ്കാര എല്ലാം ഫുള്ള് ഒറ്റ നടുക്ക് സ്ഥലം, ഫുള്ള് മല മാത്രമുള്ള. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ജോർജിയ പോവാട്ടാ. എന്ത് രസമല്ലേ ഇവിടെ വീട് കാണാൻ. കുഞ്ഞി ഇപ്പം മുംബൈയിൽ പോയ പോലെ ഉണ്ട്. കുഞ്ഞി ഫ്ലാറ്റുകൾ. ഇതാ മാർബിളിൻ്റെ എല്ലാം കണ്ട കുറേ ഷോപ്പെല്ലാം. മുപ്പത്തി രാവിലെ തന്നെ അലക്കി ആറിയിടുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ അലക്കി ആറിയിടാൻ സ്ഥലമുണ്ട്, അലക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് അപ്പുറത്താണ്. ഇനിയിപ്പം അലക്കേണ്ട ഡ്രസ്സെല്ലാം വണ്ടിയിൽ നിന്ന് എടുക്കാം. അമ്മ ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇതാണ് ഇവരെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ്, ബട്ടർ, ചീസ്, പിന്നെ സെയ്ത്തീൻ. ഓക്കെ. ബുലച്ചാർ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കില്ല. ജാമ്. ഇവരെ മെയിൻ ഫുഡില്ലേ ബ്രെഡ് തന്നെ കേട്ടോ. ഇവർ നമ്മളെ പോലെ ചോറ്, നാസ്ത, പുട്ട്, ദോശ അങ്ങനെ ഒന്നും ഉണ്ടാക്കൂല. ബ്രെഡിന്റെ കൂടെ ഇങ്ങനെ ഓരോ സാധനം, ഭയങ്കര പാലിന്റെ സാധനം ഇവർ മെയിനായി തിന്നും. അതാ ഇത്രക്കും എല്ലാവർക്കും ഭയങ്കര ആരോഗ്യം ഇടാം. നമ്മളെ പോലെ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. ഫുള്ള് പാലിടുക. അതിന്റെ ബട്ടർ ഉണ്ട്, അതിന്റെ ചീസ് ഉണ്ട്, എണ്ണ ഉണ്ട്, എല്ലാ സാധനം ഇവരുണ്ടാക്കിയിട്ട് മോര് ഉണ്ടാ. രാവിലെ തന്നെ ഇവര് മോര് കുടിക്കും കുറെ. ഐറാൻ. ഓക്കെ. ഇതിന് ഐറാൻ ബുർദാൻ. ഓക്കെ. അത് ബ്രെഡ് ചൂടാക്കണോ ചോദിക്കുന്നത്. അതന്നെ ചൂടാക്ക്. അല്ലാണ്ട് അത് ഭയങ്കര ഹാർഡായിരിക്കും തിന്നാന്. ഇതാട്ടെ ഇവരെ വീട്. ഞാൻ ഇവരെ വീട് കാണിച്ചു തരാം. കിച്ചണിന്റെ ഉള്ളിൽ തന്നെയാട്ടോ. ഇവിടെ സോഫ എല്ലാം വെച്ചിട്ട് നോക്കിയട്ടെ.
അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നുമില്ല. ഫ്ലാറ്റാണ് ഇത്. എല്ലാ വീടും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവാൻ. പിന്നെ കിച്ചൺ കഴിഞ്ഞാൽ ഒരു ഹോളുണ്ട്. ഇവിടെ ഇതാണ് ഇവരെ ബാത്റൂമിൽ ഭയങ്കര രസമാണ്. ഒന്നും ഇവർ നനക്കൂല. ഫുള്ള് നോക്കിയിട്ട് കാർപ്പറ്റാണ് ബാത്റൂമിൽ. ഒരു തുള്ളി വെള്ളം ഏടിയില്ല കേട്ടോ. പിന്നെ ഇത് അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് ഇവരെ ഒരു ഹാളാണ്. എല്ലാവരും വന്നിരിക്കുന്ന ഒരു ലിവിങ് പോലത്തെ ഒരു ഹാള്. ഇവിടെ കുറേ ചെടിയുണ്ട്. ഇതെല്ലാം മാമാൻ്റെ ചെടിയാണ്. ഇതെണ്ടാ, ഇത് പൊതിന ഇവരെ ഉണക്കുന്നതാണ്. ഇവരെ ഓരോ ഫുഡിലുണ്ടാകാൻ വേണ്ടിയിട്ട് പൊതിന ഉണക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇതെല്ലാം ചെടിയുണ്ട് ഇവിടെ വെച്ചിട്ട്. ചെറിയൊരു ഫ്ലാറ്റ് കാണാൻ. പിന്നെ ഇതാ ബെഡ്റൂം. ഞാൻ ഇന്നലെ ഇവിടെ ആയിട്ടായിരുന്നു. എൻ്റെ സാധനം ഫുള്ള് ഇവിടെ വലിച്ചിട്ടിന്. ലാപ്ടോപ്പും സംഭവം കുത്തി വെച്ചിട്ട്. പിന്നെ ഇവിടെ തുണിയാറിടുന്ന സ്ഥലം നോർമൽ ഫ്ലാറ്റ് തന്നെ. ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെയാണ് തുണിയെല്ലാം ആറിയിടുക. അതുകൊണ്ട് പറഞ്ഞാൽ അലക്കാൻ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ മുന്തിരിൻ്റെ ചായ ഇട്ട് ഇവർ കുടിക്കാൻ. മമ്മ ചായ കുടിച്ചാൽ പാലുണ്ട് ചൂടാക്കുന്നു. ഓക്കെ, ചായ ഉണ്ടാക്കി. ഓക്കെ, അത് ഓഫാക്കി. നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഇവിടെ തിന്നാൻ പോകുന്ന കേട്ടോ ഫുഡ്. ഇവിടെ ചായ ഇല്ലേ നല്ല കടുപ്പായിരിക്കും എപ്പോൾ നോക്കിയാലും. ശർക്കര ഓക്കെ, ശർക്കര വേണമെങ്കിൽ കുറച്ച് ഇരുത്ത് ഇടാം. ചായ കുടിക്കാം. ഓക്കെ, ബ്രെഡ് ഉണ്ടായിരുന്നു ചൂടാക്കിയിട്ട്. ബ്രെഡ് 30 കൊടുക്കും. ഓക്കെ, ഇതാണ് ചൂടാക്കിയ ബ്രെഡ്. ഇതിന് ബട്ടറിലാക്കിയിട്ട് തിന്നലാണ്. വേണമെങ്കിൽ ജാം എടുക്കാം. ഹണി ഉണ്ടോ? ഇതെല്ലാം ഹോം മെയ്ഡ് കേട്ടോ, ഒന്നും ഹോം മെയ്ഡ് അല്ലാത്തില്ല. ഹലോ, വാവ്. അപ്പൊ ഇതാണ് ഒമർ ഏട്ടാ. ഇത് ഒമറിന്റെ ഉമ്മയാണ്. നമ്മൾ ഒമറിന്റെ വീട്ടിലെ വന്നത്. അപ്പൊ ഓന് അവർ വീഡിയോ കോൾ ചെയ്യുന്ന. ഞാൻ ഇടുന്ന ബ്രെഡും എന്താ തിന്നണ്ടേ. ഇതാ കുറെ ജെയ്ത്ത്. ഇവരെ ഭയങ്കര കിടിലൻ ഫുഡാണ്. എന്തൊരു ആരോഗ്യ ഫുഡ് ഇത്. പക്ഷെ ഭയങ്കര ചായ ഭയങ്കര കടുപ്പാട്ടോ, നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇവിടെ തുർക്കിഷ് ഭാഷയിൽ ഉമ്മാനെ വിളിക്കുന്നത് അന്യനാണ്. അതായത് അന്യന് നമ്മുടെ മാമ. GCSയിൽ ഫുള്ള് നമുക്ക് മാമ ഓക്കെയാ. പക്ഷെ തുർക്കിയിലെ അന്യ എന്ന് പറഞ്ഞാല് ഉമ്മയാണ്. ആബ്ല എന്ന് പറഞ്ഞാൽ സിസ്റ്റർ, ആബി എന്ന് പറഞ്ഞാൽ ബ്രദർ. അപ്പോ ഞാൻ അന്യ മിൽക്ക് അനക്ക് ഈ ചായയില് കുറച്ച് പാല് വെക്കണം. No milk. Finish. കപ്പിലോൺ എന്താ കപ്പിലോണോ? ഇല്ല, പാലില്ല കേട്ടോ. ഓക്കെ ഓക്കെ. യോക്ക് എന്ന് പറഞ്ഞാ ഇല്ല. ഗുഡ് തമാം, നോ പ്രോബ്ലം. My mother asked to me, the milk or tea? Tea. Oh, good. I said to milk. She understands tea. Okay. Every time, all the food to breakfast, lunch, dinner or brunch. I know. Every time, drink tea. മമ്മ പാലിന്റെ കട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരെ ചീസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇനിയിപ്പോൾ അത് മുറിച്ചിട്ട് അവർ യൂസ് ചെയ്യും. ചെറുങ്ങനെ ചൂടാക്കിയിട്ട്. നമുക്ക് ഷോപ്പിൽ നിന്ന് ഇടുന്ന പാൽക്കട്ടി, ഹോം മെയ്ഡ് പാൽക്കട്ടി വേറെ രീതിയിൽ ഡബ്ബയിൽ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് ഇത് സമയത്തിന് വേണ്ട പോലെ ചൂടാക്കി തിന്നലാണ്. അതാണ് ഇവരെ ചീസിന്റെ പണി. നോക്ക്, ഇതാണ് നമ്മള് ബാബ അന്യ അല്ല അന്യ ഓക്കെ. ഇതാണ് ഇവരെ ഞാൻ മൂപ്പരും കുടിക്കുന്നു. Kerasun. Then? You know kerasus? No. 1 minute. Kerasun. This fruit. Kerasun same. Espe?
Eşmiya. Okey otur. Ben de dışarı gidip geleceğim ben de. Okay. You going? Evet. Tamam. Baba. Ben baba. Mehmet baba. Mehmet. മൂപ്പര പേര് Mehmet baba. ഓക്കെ മെഹമ്മദ് എന്നാണ് മൂപ്പര പേര്. മൂപ്പര പുറത്ത് വന്ന കേട്ടാ. അന്നെ കുക്ക്. ഇതണ്ടാ ഇവരെ ഉച്ചക്ക് ഉണ്ടാക്കുന്ന ഫുഡായത്. എന്താ സംഭവം? ചോറും ഈ പച്ചക്കറിൻ്റെ ഇലയില്ലേ അത് മുറിച്ചിട്ടിട്ട് വേവിക്കും. ഇത് കഞ്ഞി ഒരു സൂപ്പാട്ടാ ശരിക്കും. പക്ഷെ കഞ്ഞി എന്ന് പറയാം. ചോറിൻ്റെ ഇലത്ത് അരിയുണ്ട്, അരിയും പിന്നെ ഇലയും. അടുത്തൊരു ഉപ്പിടുന്ന നമുക്ക് വെള്ളത്തിൽ ഉപ്പിട്ട് എന്താണ് പരിപാടി? ഇതെന്താ കുറേ സമയം ഇല മുറിച്ച് വെച്ചിന് അതെടുത്തിട്ട് അതിലത്തിടും. ഇവര് ഭയങ്കര പച്ചക്കറിൻ്റെ ആൾക്കാരാട്ടാ. ഫുള്ള് ഇലക്കറിയാണ് കഴിക്കാൻ. അത് നമ്മൾ ഇതുവരെ കാണാത്ത പച്ചക്കറി ഉണ്ട് ഇവിടെ തുർക്കിയിൽ. തുർക്കിയിൽ ഏത് സ്ഥലത്ത് നോക്കിയാലെങ്കിൽ ഫുള്ള് കൃഷി കാണാം. അപ്പം അവിടുന്ന് കൊണ്ടുവന്ന് കുറേ നേരം ഇത് മുറിക്കുന്നു. എന്നിട്ട് കുറച്ച് ഇല ഇതിലിട്ടിട്ട് ഇത് തിളപ്പിച്ചിട്ട് ഇത് സൂപ്പാണ്. ഇന്നലെ നമ്മൾ രാത്രി തിന്നിക്കില്ല, അതേ സെയിം സാധനം ഇത്. ഇതൊരു സൂപ്പാണ്. അന്നെ വാട്ട് ഈസ് Bu yayla ürünümüz. യാല Yayla ഉരുണുമസ്. Ha. Kuzu kulağı. കുസുകുല Kuzu kulağı. Yayla ürünümüz kuzu kulağı. യൈന എറുമസ് കുസുകുല എന്നാണ് ഇതിന്റെ പേര്. Yayla ürünümüz kuzu എന്നിട്ട് kulağı. അതിൽ അരി എടുത്തിട്ട് വേണ്ട അരി പച്ച അരി അങ്ങനെ എടുത്തങ്ങിടും. എന്നിട്ട് അരി ഇതുപോലെ വെന്ത് വരും. ഇത് ഉച്ചക്കേക്ക് ഉണ്ടാക്കുന്ന, ഇത് മോന്തിക്കേക്ക് ഉണ്ടാക്കുന്നത്. O başka, o başka. ഓക്കെ. ബന്ധിരം നോക്കുന്നുണ്ടോ? യൈന ഉർഗുസ് ഉസുകുല. Yayla ürünü kuzu kulağı. ഇവന കുസുകുല. Yayla ürünü kuzu kulağı. അത് വാർത്തി. Senin gibi misafir gelecekmiş buraya. മിസാഫിർ. Heh. മിസാഫിർ. Buraya geliyor. ഓക്കെ. എന്താ പറയാൻ തോന്നിക്കൊന്നില്ല. പക്ഷെ എന്തോ മുപ്പത്തി പറഞ്ഞു. എടാ നമുക്കിനി ഇതിങ്ങനെ ചെയ്യാം കേട്ടാ. ചോറും മറ്റേ നമ്മൾ ചീരന്റെ തണ്ടില്ലേ അതും പിന്നെ കുറച്ച് അരി ഇട്ട് തിളപ്പിച്ചിട്ട് അത് വറ്റിക്ക. അത് വറ്റിച്ച് കഴിഞ്ഞാൽ ഇവരെ കുറുകുലു കുസുകുലു Kuzu kulağı. കുസുകുല. ഇതിന്റെ പേര് കുസുകുല. Yayla ürünü kuzu kulağı. യൈന ഉരുണു കുസുകുല. യൈന ഉരുണു കുസുകുല. Evet, yayla ürünü kuzu kulağı. Bu kaçmış ya bunun altı. അത് ഓണാക്കിട്ടില്ല, അത് ഓഫാക്കണ്ടേ. എന്തെല്ലാം പേരാണ് ഇവിടുത്തെ സാധനത്തിന്. ഇനി ഈ ഇല ഇങ്ങനെ തിളപ്പിക്കും. ഇതെന്തോട് പണി? യൈന ഉരുണു കുസുകുല. യൈന ഉരുണു കുസുകുല. മ്യൂസിക്. യൈന ഉരുണു കുസുകുല. പച്ചക്കറി കേട്ടാ. ഇതെന്താ കടലയാണ് ഫസില. ഫസില എന്താ സാധനം? O fasulye. യൈന ഉരുണു കുസുകുല. യൈന ഉരുണു കുസുകുല. പേര് ഞാൻ പഠിച്ചു നോക്കൂ. കടലപ്പൊടിയാ എന്തോ മുപ്പത്തി ഇടുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒന്നാമത് ഞാനും ഇവരും മാത്രമേ ഇവിടെ ഉള്ളൂ. ഒന്ന് തർജ്ജമ ചെയ്യാനൊരു ഇൻസ് പോലും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓർക്കും തിരിയില്ല, ഓര് പറയുന്ന എനിക്കും തിരിയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതിന്റെ ഡ്രസ്സെല്ലാം എനിക്ക് അലക്കണം. അപ്പൊ മുപ്പത്തി പറഞ്ഞ് എല്ലാം മെഷീനിലിടാം. ഇതുണ്ടായി എന്താ വൃത്തിയവരെ മാത്രം. ഓക്കെ. ഇത് ഏകദേശം ഒരു 3 ദിവസത്തെ ഡ്രസ്സ് ഉണ്ട്. അതെല്ലാം എടുത്ത് ഇരുത്തരണം. ഇങ്ങനെ ഓരോരോ വീട് കിട്ടുമ്പോഴാണ് കേട്ടോ എൻ്റെ അലക്കൽ നടക്കുന്നത്. അല്ലെങ്കിൽ ആകെ പണിയാവും. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം എടുത്തു വെക്കും. ചില സമയം ഞാൻ വണ്ടി തന്നെ അലക്കും. വണ്ടി നമുക്ക് വെള്ളം ഉണ്ടല്ലോ. പിന്നെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അറിയിടും. അങ്ങനെയാണ് ചെയ്യുക. ഞാൻ മെഷീനിൽ ഡ്രസ്സ് കിട്ടിയ പക്ഷേങ്കിൽ ഏടെ നിൽക്കും ഏടെ ഓഫാക്കും തിരിയുന്നില്ല. ഇത് ഫുള്ള് തുർക്കിഷ് ഭാഷയാണ്. കോയു റെങ്കിലർ പമുക്കുലു. പമുക്കുലു എന്ന് പറഞ്ഞാൽ എന്താ പറയുക? യുൻലു എടുക്കലു, ഓഫാക്കലു, ഓണാക്കലു അതായിരിക്കും. എൽദേ ഇക്കാമ. എക്കാമയാ ദുർലാമ. ഇതെന്താ? ബെബക്ക എക്സ്പ്രസ്. എന്ത് ചെന്നൈ എക്സ്പ്രസ് നീട്ടിക്ക്. യോർഗാന് പമുക്കുലു. ഈ പമുക്കുലു എന്തെന്നാ എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്. സെൻഡക്കിക് റിഫ്രഷ് കസാൻ. ഓൺ ഓഫ് എടുത്ത് ഒരു ഇംഗ്ലീഷിലെങ്കിലും വെച്ചുകൂടി. അത് നമുക്കൊന്നും മലയാളത്തിൽ ഇങ്ങനെ ഇല്ലല്ലോ. നമുക്ക് ഫുൾ ഇംഗ്ലീഷ് അല്ലേ. പിന്നെ ഇവരെന്തിനാ തുർക്കിഷ് ഭാഷ എടുത്ത്? ചിലപ്പം സിഗ്മയാ ഇതായിട്ടായിരിക്കും. വെള്ളം വരുന്ന ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ.
സ്റ്റാർട്ടായി യെസ്. വെള്ളം വന്നു. സോപ്പ് പൊടി ഇട്ടാൽ മതി. അന്യ സോപ്പ് പൊടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും സോപ്പ് പൊടി. ഇതിലല്ലേ അന്നെ സോപ്പ് പൊടി ഓക്കെ. ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കുന്ന ഇവിടെ ഇതാ ഇല ഫുള്ള് പൊയിഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി മുറിച്ചിട്ട് വേറെന്തോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട്, നമുക്ക് തപ്പി നോക്കാം സോപ്പ് പൊടി എവിടെയല്ലേ. യെസ് കിട്ടി. ഇതാണ് മക്കളെ സോപ്പ് പൊടി. അങ്ങനെ ഇവത്ത് ഇട്ടെടുത്താൽ മതി. ഓക്കെ ഫിനിഷ്. കിട്ടി. തമാം. ഓണാക്കി നോക്ക്, ശരിയാണോ നോക്ക്. ഓണാക്കിയത് 14 മിനിറ്റ് അല്ല, ഇതാ 14 ക്യുക്ക്. നല്ല വിറ്റാ. തുർക്കി ഭാഷയും മലയാളവും കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇതൊന്നും വേണ്ട, ഇതെല്ലാം വേണ്ടത് കവറാ. നമുക്ക് പോകുമ്പോ എടുക്കാം. ഇത് മതി. ഇതിപ്പോ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഒന്ന് എന്തായാലും വേണം. എന്തോ ഉണ്ടാക്കി. ഇത് നമ്മള് കുർദിസ്ഥാനിൽ ഉണ്ടായ അപ്പാണല്ലോ. എന്നെ വിളിച്ചതാട്ടോ ഇത് ഉണ്ടാക്കുമ്പോ. ഇവരെല്ലാരും ഇതിങ്ങനെ കുറെ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുക പടി പോലെ. എന്നിട്ട് അത് നനച്ചിട്ട് അതിന്റെ മുകളിൽ ചീസാട്ടാ മുപ്പത്തി സ്പ്രെഡ് ചെയ്തിട്ടുള്ള. നനച്ച് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ദോശയായി കേട്ടാ. മുറുക്ക് പോലത്തെ സാധനം ഇത്. എന്നിട്ട് ക്രീം കൂടെ. കുർദിഷ് യുക്ക. ഇതിന്റെ പേര് യുക്ക കേട്ടോ. പക്ഷെ ഞാൻ കുർദിസ്ഥാനിലും കണ്ടിരുന്നു സെയിം സാധനം. Dün gece geldi. İstanbul'dan bu bizim hanımın damatı yönlendirdi buraya. Misafirimiz şu anda burada. O arada Coşkun Bey de hazır da geldi yanıma. Oturuyoruz biz de. Sen Afik ablamı istesene, seninle görüşmek istiyor ablam. Tamam, vereceğim. Abla? Yok bir bayan. Bir bayan, sadece bir bayan. Hindistan, Hindu bunlar. Gezdi mi? Gezden çıkmış. Bunlar biliyorsun. Hacı arkadaş, hacı. Arabistan. Kabe'de. Arkadaş. Okay. Mancari. Onu kaçıyorsan ya. Nereye alıyor? Bir şey olmaz mı? അതിനെ കൊണ്ട് സംഭവം ഉണ്ടാക്കിട്ടോ. നോക്കിയിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയ കേക്ക്, ചോറ്. Mancari. Esin. Esin mancari. Mancari. Ye güzel. Parlayın tella. Hadi ben acıktım hadi. Sen bu tarafa gel. ഓക്കെ. ഇവരെ ഉച്ചക്കത്തെ ഫുഡ് സലാഡ് കുറേ ഉണ്ട്. പിന്നെ ഇതാ നേരത്തെ നമ്മള് കണ്ട ചോറില്ലേ, അതെ ഇത് സൂപ്പ് ചൊക്സ. ഉച്ചക്ക് കേക്ക് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തിന്നണ്ടേ. ഓക്കെ ഗുഡ്. Tamam. Biz yemek seçmiyoruz. Çok güzel olmuş. Ben ikiden sonra çekemem. Hocam. Eş. Abu Dhabi. Abu Dhabi'de. Abu Dhabi. കൊജാൻ എന്ന് പറഞ്ഞാല് ഭർത്താവ്. എന്നോട് വെച്ച് നിന്റെ ഭർത്താവ് എവിടെയുള്ളേ? കൊജാൻ. കൊജാൻ. No. Yes, കൊജാൻ അബുദാബി. ബെബേക്ക് 5. മൂപ്പർ നെട്ടിപ്പോയി. ബെബേക്ക് എന്ന് പറഞ്ഞാല് കുട്ടികള്. 5 tane çocuk mu var? ബെബേക്ക് എന്ന് പറഞ്ഞ കുട്ടികളും കൊജാൻ എന്ന് പറഞ്ഞാല് ഭർത്താവാണ്. അപ്പൊ കൊജാൻ അങ്ങ് അബുദാബി. Onu diyorum işte az önce. Telefonla tercümanlık yapıyor. Name. Kandriyak. 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 This one. O da kabalak. Kabalak. This. Bu börek. Boborek. O köfte. Kofta. Okay. Cake. Okay. Noodles. Makarna. And this one? Kasila. Dedik kuzu kulağı. Guzgula.
മറന്നു അതിന്റെ പേര്. ഇവരെ മെയിൻ സാധനമാണ് ഈ കാണുന്ന മോര് കേട്ടോ. ഇവര് രാവിലെ മുതൽ മോര് കുടിക്കാൻ തുടങ്ങും. ഇതെല്ലാം വീട്ടിൽ പാലോണ്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാം ഇവിടെ നിന്ന് ഫുള്ള് പച്ചക്കറി, നമ്മൾ പോലും കാണാത്ത പച്ചക്കറി. ഇത് ഉപ്പിലിട്ടത്, ഇത് അതിൻ്റെ ഇലേനെ കൊണ്ടുണ്ടാക്കിയ ചോറ്, പിന്നെ മോരെടുത്ത മെയിൻ സംഭവം. ഇതെല്ലാവരും കുടിക്കും. അവർ ഫോട്ടോ എടുക്കുന്ന കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും സെൽഫി എടുക്കുന്നത്. സെൽഫി തുറക്കാൻ കഴിയുമോ ഗ്ലാസ്? എന്തെല്ലോ കാര്യമായി പറയുന്നുണ്ട്. ഇവരെ കൃഷി സ്ഥലത്ത് പോയാണ്. നല്ല കൊക്ക പോലത്തെ റോഡാണ്. എന്റെ കുലിക്കം നോക്ക്, എന്റെ മൈക്ക് കണക്ട് ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതില് ഫുള്ള് ഈ വണ്ടീൻ്റെ വെച്ചുണ്ടാവാ. എവിടെയെങ്കിലും മൂപ്പര് നിർത്തിയാലേ മൈക്ക് എടുത്ത് ഫിറ്റാക്കാൻ പറ്റൂ. കാരണം ഇതിങ്ങനെ കടകട പടപെടാന്ന് പറഞ്ഞ് പോകുന്നു. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ, ഗിയറാ? ഏത് വണ്ടി ഇത്? ഇത് ഗിയർ വണ്ടിയാ? പഠിച്ചോനെ. ഡ്രൈവർ തമാം. മൂപ്പര് ഓടിക്കുന്ന വണ്ടി ഗിയറാണ്. നോക്ക് മോനെ, ഈ പ്രായത്തില് എന്ത് പറത്തല പറത്ത് നോക്ക്. ഇവർക്ക് ഇവിടെ വീടുണ്ട് കേട്ടോ. ആ വണ്ടിയില് നമ്മളങ്ങനെ ഇവരെ കൃഷി സ്ഥലത്തെത്തിയ വണ്ടിന്ന് അവര് പൈപ്പ് എടുത്തിട്ടാ വന്നെ. ഇവിടെ ഫുള്ള് നനക്കാൻ വേണ്ടിട്ട്. ഓക്കെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി കുട്ടികൾ ഇങ്ങനെ കൊണ്ടുപോട്ടാ. ദിസ് ബാഗ് ചിന്തർ ഇവര് കുട്ടികളെ കൊണ്ട് നോക്കിയിട്ട് ബേക്കിൽ ഇങ്ങനെ ഒരു കയറി ഇട്ട് ഞാൻ എന്തോ ചെയ്തിട്ട് ഇതാണ് അവരെ കൃഷി സ്ഥലം കേട്ടോ. നമ്മള് വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ അവർക്ക് താമസിക്കുന്ന വീടുണ്ടേ. ഇവിടെ ചായപ്പൊടി, പച്ചക്കറി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് ഇവരെ സെറ്റപ്പ്. നമ്മള് ഏകദേശം ഒരു 4 കിലോമീറ്റർ ടൗണിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം. ശരിക്കും നമ്മളെ വയനാട്, മൂന്നാർ ആ ഭാഗത്തെല്ലാം പോയ പോലെ കേരളത്തിനെ കൊണ്ട് പറയുകയാണെങ്കിൽ ആ 3 സ്ഥലത്ത് പോയൊരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ പച്ചക്കറിയും കൃഷിയും എല്ലാം ഉണ്ട്. തുർക്കികളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് പച്ചക്കറി ആയിട്ടാണ്. അവർ നമ്മളെപ്പോലെ ചിക്കനെല്ലാം തിന്നുമെങ്കിലും അവർക്ക് പച്ചക്കറിയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇതെല്ലാം ക്യാരറ്റാണ് കേട്ടോ. ഇവിടെ ക്യാരറ്റ്, ഇത് പിന്നെ ഇവിടെ പ്രധാനമായിട്ടൊരു സംഭവമുണ്ട്, ചായപ്പൊടി. ഇതാണ് തുർക്കിഷ് ചായപ്പൊടി. തുർക്കിഷ് ചായപ്പൊടിൻ്റെ ഇല കണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഉണ്ട് ചായപ്പൊടിയുടെ. അതുപോലെ വേറെ കുറേ പഴങ്ങളും പച്ചക്കറികളും അതിൻ്റെ മരങ്ങളുണ്ട്. അപ്പോൾ അന്ന ഒരു വലിയ പൈപ്പ് കൊടുത്തിട്ട് എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരം വരും കേട്ടോ. കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഇവർക്ക്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പൈപ്പ് കൊടുത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നനക്കും കൃഷി. ഇത് ഇവരെ ചായപ്പൊടിയാണ്. ഫുൾ അങ്ങ് തട്ട് വരെ ഉണ്ട്. ഹായ് ഒരു വീഡിയോ എടുക്കണം. അന്ന ദിസ് വെജിറ്റബിൾ ഒരു വീഡിയോ എടുക്കുന്ന. അന്ന ടമാറ്റ, പത്താത്ത, പഞ്ചർ എന്ന് പറഞ്ഞ പച്ചക്കറി. നഹാന ഇത് എനിക്ക് തോന്നുന്നത് ബീട്രൂട്ട്, പൊട്ടാറ്റോ. അത് പൊട്ടാറ്റോ കേട്ടോ. അത് ഉരുളക്കിഴങ്ങ്. ഇവർ പറയുന്നത് മനസ്സിലാവുന്നില്ല, പക്ഷേ പച്ചക്കറിയാണ്. ഇത് ക്യാരറ്റാന്ന് തോന്നുന്നത്. ഇല കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഒന്നാമത് ഇവിടെ എനിക്ക് ഇവർ പറയുന്നത് മനസ്സിലാക്കി തരാൻ ആരുമില്ല. അപ്പോൾ ഇതെന്തോ എനിക്ക് തോന്നുന്നത് ഇത് ബീട്രൂട്ടാ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ സാധനമാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഇതാണ് പൊട്ടറ്റോ. കണ്ട, ഉരുളക്കിഴങ്ങിൻ്റെ ചെടിയാണ് ഇത്. ഇഷ്ടംപോലെ ഉരുളക്കിഴങ്ങോ. അതായത് ഇവരെ സ്ഥലത്തു നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന പച്ചക്കറി ഇവർ കൂട്ടുന്നത്. വെറുതെ അല്ല കേട്ടോ, ഇവർക്ക് ഇത്രയും പ്രായം ഇത്ര ആരോഗ്യം വരുന്നത്. അപ്പോൾ നമ്മൾ മലയാളികൾ കുറേ കാര്യങ്ങൾ ഇവരെ കണ്ട് പഠിക്കാനുണ്ട്. ഒന്നാമത് പച്ചക്കറി, പിന്നെ ഈ ഇലയില്ലേ, ഈ ഇല ഇവർ പറിക്കും. ഇത് പറിച്ചിട്ടൊരു കവറിൽ കൊണ്ടുതന്നെ. നമ്മൾ ഇന്നലെ മോന്തിക്ക് തിന്നത് ഇവിടുത്തെ ഇലേനെ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്, ആ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയ സൂപ്പ്. ഇത് ഏകദേശം വൈകുന്നേരം ഇവിടെ വെച്ചാൽ വേഗമൊന്നും വെയിൽ അങ്ങനെ പോവില്ല. അതുകൊണ്ട് കുറേ സമയത്ത് ലേറ്റ് ഉണ്ടാവും. ഇതുണ്ട കുറേ പച്ചക്കറി എന്തെല്ലോ അതിൻ്റെ ഉള്ളിൽ നടുകയും ചെയ്തതിന്. ഇവരെ ഈ കാണുന്ന ഏക്കർ കണക്കിന് ഫുള്ള് സ്ഥലം ഈ അന്നൻ്റെ ആണ്. അതുപോലെ ഇതെന്തോ പൂവാണ്. അന്ന ഉമ്മന്താലി മാന്താലി. ഇത് തിന്നുന്നെന്തോ സാധനം, മാന്താലി എന്നാ പറയുന്നത്. എന്തോളി മാന്താലി? ഗ്രാമ്പുവാ, ജാതിക്ക.
ഇതില്ലേ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഉറച്ചിരിക്കുന്നു. ഇതിൻ്റെ പേര് ഉമ്മന്താലി എന്നാ. ഉമ്മന്താലി എന്തിൻ്റെയോ പൂവ ഇത്, ജാതിക്ക പോലെ തോന്നുന്നുണ്ട്. രസമുണ്ട്. ഇതണ്ടാ, ഞാൻ വിചാരിച്ചത് നമ്മൾക്ക് മാത്രമേ തേയില ഉള്ളൂ എന്നാണ്. നോക്കിയോട്ടെ, തുർക്കിയിൽ കാണുന്ന ചായപ്പൊടി ഇത് തേയില. ഉഫ്, സംഭവം തന്നെ അല്ലേ. കുറേ ഉണ്ട്, ഇത് അങ്ങ് വരുന്നുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ തേയില പറിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീട്, ആ കാണുന്ന വീടല്ലോ ഇവിടുത്തെ പണിക്കാർ തന്നെ താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇതൊരു ചെറിയ വില്ലേജാണ്, കുറച്ച് വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇന്നലെ മോന്തിക്ക് ഞാൻ ഈ വഴിയിലൂട്ടിയാണ് പോയത്, പക്ഷേ ഒരു ഇൻസിന് ഞാൻ കണ്ടിട്ടില്ല, അത്രക്കും ആളുകൾ കുറവാണ്. എനിക്കൊന്ന് ഈ ഒരു വില്ലേജിൽ മാത്രം ഏകദേശം ഒരു 10-15 വീട്, അതിലപ്പുറത്തേക്ക് വീടില്ല. കാരണം എല്ലാവർക്കും ഇതുപോലെ കുന്നിൻ്റെ മുകളിൽ കുറേ സ്ഥലവും കുറേ മലൻ്റെ മുകളിൽ കുറേ കൃഷിയാണ്. അപ്പോൾ ആൾക്കാർ കുറവാണ്, കുറച്ച് മാത്രമേ ആൾക്കാരുള്ളൂ. ഇതാണ് ബദം. ബദത്തിൻ്റെ മരം ആരെയും കാണാത്തൊരു കണ്ടോളാം. ഇതാണ് ബദത്തിൻ്റെ മരം. അപ്പോൾ ഞാൻ പച്ച ബദം കുറച്ച് പറിച്ച് നല്ല രസമൊക്കെ അടിച്ച് തന്നാൽ പച്ചമാങ്ങ നിന്നും പോലെ ഉണ്ട്. ഇതെല്ലോണം പഴുത്ത് ഉണങ്ങിക്കഴിഞ്ഞാലാണ് ഇവർ ബദാക്കിയിട്ട് എടുക്കാൻ. പക്ഷേ ഇതായിട്ടില്ല. ഞാൻ ബദം കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതുണ്ടാ, ഈ ഉള്ളിലുള്ള കുരുവാണ് ഒറിജിനൽ ബദം. പക്ഷേ അതിനിത് പഴുത്ത് ഉണങ്ങണം. അങ്ങനെ നമ്മൾ ഇവരെ കൃഷി സ്ഥലത്ത് വന്നതാണ്. കുറേ പച്ചക്കറി പറിച്ചിട്ടാണ് മൂപ്പത്തി പോകുന്നത്. കുറേ ഇല പറിച്ചിന്. ഇവർക്ക് ഇല എന്ന് പറഞ്ഞ സാധനം ഭയങ്കര. ഇതല്ല രസമുണ്ട് കേട്ടോ പറിച്ചു തിന്നാൻ. ഈ റോസ് ഭയങ്കര മണം. ഈ റോസാപ്പൂവില്ലേ ഭയങ്കര മണമാണ് കാണാൻ. ഓക്കേടാ. ഭയങ്കര മണാ റോസ്. ഇതണ്ടാ, കവറിൽ കുറേ പറിച്ചു വെച്ചിട്ട് ഇതിനിപ്പോൾ 3 ദിവസം ഇതിനെ കൊണ്ട് തന്നെ ഫുള്ള് ഫുഡ് ഉണ്ടാവുക. ലഹമ്മ ഇതണ്ടാ, ഇവരെ തേയില നോക്കിയട്ടെ, ഇതെല്ലാം ഉണങ്ങിയത്, ഇതെല്ലാം വേണ്ടാത്തയാണ്. ഈ തിരുള് പറിച്ചതിൻ്റെ ബാക്കിയാണ് ഇത്. ഇങ്ങനെ ഇഷ്ടം പോലെ അങ്ങ് ഏക്കർ കണക്കിന് തേയിലുണ്ട്. എന്താ രസം കാണാൻ. ചായപ്പൊടി മെയിനായിട്ട് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ബദത്തിൻ്റെ മരമാണ് ഇത്. അങ്ങനെ ആപ്രിക്കോട്ട് നമുക്കറിയാത്ത കുറേ മരം, ചെറിയ മരം വരെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതാന്ന്. ഇതുണ്ടാ, ഇതെല്ലാം ഇങ്ങനെ ഓരോ സാധനങ്ങളാണ്. ഇവർ എത്രയാ കൃഷി നോക്ക്. വീടുകൾ കുറവാണ്. ഏറ്റവും വീടിന് ആകെ ഒരു 2 സെൻറ്റാണേ ഉള്ളൂ, ബാക്കി ഫുള്ളും കൃഷിയാണ്. നമ്മൾ കുറേ പറമ്പത്ത് വീടും നമുക്ക് കൃഷി എന്ന് പറയുന്നില്ല. ഇവർക്ക് ഒരു വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഇവർ കുഴിച്ചിടും. ഇപ്പോൾ തുർക്കിക്കാരെന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്. അതായത് ഈ വില്ലേജിൽ, മൗണ്ടൻ വില്ലേജിൽ മലൻ്റെ മുകളിൽ താമസിക്കുന്ന ആൾക്കാർ വേറെ ലെവലാട്ടോ. അതൊക്കെ അതിൻ്റെ മുകളിലൊരു കുഞ്ഞു പള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ മിനാരം നോക്ക്. മാഷാ അല്ലാഹ്, നല്ല കിടിലൻ സ്ഥലമാണ്. എന്ത് തണുപ്പാണെന്നറിയാം. താഴെ ചൂടാണെങ്കിലും ഇതിൻ്റെ മുകളിൽ നോക്കും ഭയങ്കര തണുപ്പ്. ഇവിടെ കാട്ടുപന്നിയൊന്നും വരുമല്ലോ ഓളി. ചിലപ്പോൾ ഷോക്കല്ലേ ഇവർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. പന്നി ഉണ്ട്. ഇന്നലെ മോന്തിക്ക് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ പന്നീനെ കണ്ടിരുന്നു. ഇവരെ കുടുംബക്കാരാട്ടെ ഇത്. ഇവരിപ്പോൾ വീട്ടിൽ വന്നയാ. ഇപ്പം ഇവരെ 4 ഫോട്ടോ എടുത്തെടുക്കാം. റെഡി, 1 2 3. റെഡി, 1 2 3. വീഡിയോ. യാ ഓക്കെ. Come together. Give us flower. Yay! And Baba, give Anne. Baba Anne. Yes. That work കൊടുക്കത്ത്. ഇതുണ്ട് രണ്ടാളും മാറി കൊടുത്തിട്ട്. ഹണിമൂൺ. Ready, 1 2 3. Wait. Okay, ready, 1 2 3. Check this. No, Anne, this one. അവർക്ക് എടുത്ത വീഡിയോ കണ്ടു കൊടുക്കണം. അവരെ കൊണ്ട് റോസ് പഠിപ്പിച്ച് അവർ ചിരിക്കുന്നുണ്ടോ. ഇതുണ്ടായി കവറിൽ നിറച്ചു. ഇതാ കുറേ. ഇന്ന് ഫുള്ള് ഇല തന്നെയായിരിക്കും കേട്ടോ. ഇന്നലെ മുതൽ ഫുള്ളും ഇലനെ കൊണ്ടുള്ള ഫുഡാണ്. ഇന്നെന്തുള്ളൂ ഉണ്ടാക്കാൻ പോകുന്ന. ശരിക്കും എന്ത് രസമാണ് ഇവിടെ നിൽക്കാൻ. ശരിക്കും അലിഞ്ഞു പോകും കേട്ടോ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ. എന്നാലും എന്തൊരു അനുഗ്രഹിച്ചൊരു നാടെന്നറിയാം നിങ്ങൾ തുർക്കി.
ശരിക്കും റബ്ബ് അനുഗ്രഹിച്ച് കരുതി നൽകിയ ഒരു നാടാണ്. കാരണം ഓരോ ഭാഗം ഇത്രയും കൃഷിയുള്ള ഒരു രാജ്യമാണ് പോകുന്നത് ഈ ഏഷ്യയിൽ. ഞാൻ വന്ന ഇത്രയും കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും മല, അതുപോലെ വെള്ളം, പുഴ, കടൽ, എന്താ പറയണ്ടേ, മരങ്ങൾ, പച്ചക്കറികൾ എല്ലാം കൊണ്ടും നല്ല എന്താ പറയണ്ടേ കൃഷി ചെയ്യാൻ പറ്റിയൊരു ഭൂമിയാണ്. കൈന വേ ബാബാ ദിസ് ഫ്രൂട്ട് apricot this one no incir tofa 4 മാസം കഴിഞ്ഞാൽ കായ്ക്കും പോലും. ഓക്കേ ഇതാണ് ഫിഗ് ഓക്കെ ഉണങ്ങിയിട്ട്. ഇതെന്താ മനസ്സിലായ? ഞാൻ കണ്ടുപിടിച്ച് ഇത് അത്തിപ്പഴമാണ്. യെസ്, ഇത് അത്തിപ്പഴത്തിന്റെ മരം. അത്തിപ്പഴം കണ്ടപ്പോൾ അമ്മേക്കണം ഈ പ്രായത്തിലും മാനുവൽ. ദിസ് ഇസ് മാനുവൽ വണ്ടിയാട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. നോനോ എത്ര നോക്കിയാട്ടെ ഇത്രയും വയസ്സായിട്ടു. എന്താ ഇത് ഫുള്ള് മല. ഗ്ലാസ് ഓക്കെ ഗ്ലാസ്സിൽ ഒഴിച്ചരാന്ന് പറഞ്ഞു. ഇവർ നോക്കിയാട്ടെ ഈ വണ്ടിയിൽ ഡെയിലി ഈ ഒരു മലൻ്റെ മുകളിൽ വന്നിട്ട് ഇവരെ കൃഷി ഇങ്ങനെ നോക്കും. സംഭവം തന്നെ അല്ലേ ഇത്രയും പ്രായത്തിൽ വണ്ടിയിൽ ഓടിക്കാന്ന് പറഞ്ഞാൽ. ഫിനിഷായത് കണ്ട നേരം. ഓക്കെ ഓക്കെ എന്താ അത്? പാമ്പാ? പാമ്പിന്റെ കുട്ടി. ഇതാ എന്തോ ഒരു സാധനം ഇവിടെ ചത്തിന്. പാമ്പോളി വണ്ടി കയറിയിട്ട് ചത്തു തട്ടാ. മൂന്ന് നല്ല വിഷമുള്ള ഇവിടെ പാമ്പെല്ലാം ഉണ്ടാകും കേട്ടോ. സൂക്ഷിച്ച് പോകണം. ഈ കാട്ടിലെങ്ങനെയാണ് ആൾക്കാർ പോകുന്നത്? ഇതെന്ത്? മുന്തിരി. ഇതെണ്ടാ ഇത് മുന്തിരി. അന്നെ ദിസ് ഫിന്ദർ വാട്ട്? കിലൈന എന്തോ പറയുന്നുണ്ട്. പൊട്ടന് പോയ അവസ്ഥയിൽ ഞാൻ കാണുന്നില്ല. ഇതിന്റെ മുകളിൽ എന്തോ ഉണ്ട്. എന്തിന്റെ ചെടിയെന്ന് തിരിയുന്നില്ല. നോ എന്തിന്റെ മരാടാ? മുപ്പത്തി ഇവിടെ ഇതിലോ പോസ്റ്റ് ചെയ്തു. ഇവർക്ക് ഫേസ്ബുക്കെല്ലാം ഉണ്ട് തോന്നുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇവിടുന്ന് പോന്ന കേട്ടാ. എൻ്റെ മക്കളെ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കിയട്ടെ. ഇത്രയും കുറേ സ്ഥലങ്ങൾ. എന്ത് നല്ല ജീവിതമായി ഇവർക്ക്. ഒന്നും പേടിക്കാനൊന്നുമില്ല. ഡെയിലി ഇങ്ങ് വരിക, വൈകുന്നേരം ഇവിടെ ഇരിക്കുക, കൃഷി നോക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. സമാധാനമുള്ള ജീവിതം. അത്രയും നല്ല നാട്. നമ്മൾ വണ്ടിയിൽ തിരിച്ച് റൂമിലേക്ക് പോകണം. വെയിറ്റ് ഞാൻ ഡോർ അടിച്ചിട്ടില്ല. ഈ തുർക്കികൾ ഭയങ്കര വൃത്തിൻ്റെ ആളാ കേട്ടാ. ഈ ഉമ്മാവ നോക്കിയാട്ട് ഈ പ്രായത്തിലും കയറി എന്നിട്ടാണ് തട്ടടിക്കലോട് കാണിക്കാൻ പറ്റൂല. ഇതേണ്ട വൈപ്പർ എടുത്തിട്ട് ഇത് ഫുള്ള് ബോർഡെല്ലാം ഇങ്ങനെ തുടക്കുന്നു. ഇവർ ഗ്ലാസിൻ്റെ മുകളിൽ നിന്നിട്ടെല്ലാം ഭയങ്കര തുടക്കലാട്ടെ. ഇതിങ്ങനെ ഡെയിലി ഇങ്ങനെ തുടക്കും. വസ്വാസിൽ കന്നാസാവൂൾ തന്നെ വീടെല്ലാം വൃത്തിയുണ്ടേ. പിന്നെ ഇവര് ഫുള്ള് കാർപ്പറ്റ് ആയിരിക്കും എല്ലാ സ്ഥലത്തും. ഇതുണ്ടാ ഭയങ്കരമായിട്ട് വൃത്തിയാക്കും. വൃത്തിയിൽ ഇവരെ കാര്യം കണ്ട് പഠിക്കണം കേട്ടോ. നമ്മള് ബറാത്തിന് മാത്രം എടുത്ത് പറഞ്ഞാൽ പോരാ. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുന്ന ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകണേ തുർക്കിയിലെ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊരു വീട്ടിൽ നിന്ന് അതേ ഒരു ഫീലാണ് കേട്ടോ. ഏകദേശം 2 ദിവസം ഞാൻ ഇവരൊപ്പം ഉണ്ടായിരുന്നു. ഇവരെ കൂടെ കുറേ തോട്ടവും ഞാൻ പറഞ്ഞില്ല കുറേ സ്ഥലങ്ങളുണ്ട്. കൃഷി സ്ഥലത്തെല്ലാം പോയി. അപ്പോൾ ഇത് ഇവിടുത്തെ അന്നാണ് കിട്ടുന്ന മൈലാഞ്ചിയാണ്. അപ്പോൾ ഞാൻ ഹരിയാനയിൽ പോയ സമയത്ത് അവിടെ ഒരു കല്യാണത്തിന് കൂടി ഒരു ഓർമ്മയപ്പോൾ എനിക്ക് വരുന്നത്. ഇതുണ്ടാ ഇവരിങ്ങനെ സാധാരണ നമ്മളെങ്ങനെയാണോ പിന്നെ ഇല ഇട്ടിട്ട് നമ്മൾ അരക്കൂലേ, സാധാ മൈലാഞ്ചി അത് അരക്കുമ്പോൾ തന്നെയാണ് ഇവർ അരക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട മൈലാഞ്ചിയാണ് ഇത്ര ചോദ്യം. കയ്യിൽ 4 വട്ടം പെരക്കി. പക്ഷെ അന്നേരം ഇതുവരെ സ്നേഹമാണ്. അങ്ങനെ ഞാൻ എടുക്കുമ്പോൾ 4 വട്ടം പെരക്കിയിട്ട് 30 ഇട്ടുന്നത്. പക്ഷെ എന്നാലും ഇത് അവരെ സ്നേഹം കേട്ടോ. ഇത് അവർ കാണിക്കുന്ന ഒരു സ്നേഹം. ഇത് നമ്മളിവിടുന്ന് ഇറങ്ങുന്നു. അന്നെ
ബൈ ബൈ ഗാൽദി ശുക്രൻ തശക്കൂർ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കേമോ ഗോയിങ് യാ ഓക്കെ മുപ്പതിനൊക്കെ ഉണ്ടാവും മോള്. അങ്ങനെ നമ്മളിതാ ഞാനും ഓളും SP ഇറങ്ങുന്നത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്.